ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നീലോട്ട് ഇന്ന് എന്താ കഴിക്കുന്നത് നോക്കിയാലോ? മിക്കവാറും രാവിലെ ഞാൻ റാഗി കുറുക്കാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോ നീലോട്ട് കുറച്ച് വലുതായത് കാരണം നമുക്ക് സെയിം ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ പാൻ കേക്ക്സ് ഉണ്ടാക്കാം. പഴം വാഷ് ചെയ്തിട്ട് നമുക്ക് റാഗിയും വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ആ ഒരു ബാറ്റർ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. എന്നിട്ട് ഫിംഗർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഉച്ചത്തേക്ക് മത്തങ്ങയും ക്യാരറ്റും വെച്ചുള്ള ഒരു സൂപ്പ് ഉണ്ടാക്കാം. ചെറിയൊരു പീസ് മത്തങ്ങയും ക്യാരറ്റും ഇതുപോലെ ക്ലീൻ ചെയ്ത് അരിഞ്ഞിട്ട് നമുക്ക് കുക്കറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അത് കുക്കാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടി ആറ്റംബർഗിന്റെ അൽത്തിയ കോൾഡ് പ്രസ് ജ്യൂസർ എടുക്കാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് ജ്യൂസ് അല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഇതിനകത്ത് നല്ല അടിപൊളി കോൾഡ് പ്രസ് ജ്യൂസും സൂപ്പ് ബേസസും നട്ട് മിൽക്കും കോക്കനട്ട് മിൽക്കും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. കൊത്തി കഴിഞ്ഞ തേങ്ങ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചാൽ മാത്രം മതി നമ്മുടെ തേങ്ങാപ്പാൽ റെഡി. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച മത്തങ്ങയും ക്യാരറ്റും കൂടെ മാഷ് ചെയ്തിട്ട് നമ്മുടെ കോക്കനട്ട് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇനി ഈവനിങ് സ്നാക്ക് ആയിട്ട് എനിക്ക് നീലോട്ടിന് വേണ്ടിയിട്ട് ഞാനൊരു പൈനാപ്പിൾ പോപ്സിക്കിൾ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ഇതുപോലത്തെ വലിയ പീസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഇതിനകത്ത് എക്സൽ ഹോപ്പർ ഉണ്ട്. ഇത് 40 RPM വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസ് എല്ലാം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് റീറ്റെയിൻ ചെയ്യും. ഇനി ഇത് നമുക്ക് ഐസ്ക്രീം മോളിലോട്ട് മാറ്റാം. രണ്ടെണ്ണത്തിനകത്ത് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ഇട്ടിട്ടാണ് ഒഴിക്കുന്നത്. നീലുടൻ ഇപ്പൊ ടീത്തിങ് ഫേസ് ആയത് കാരണം ഒരു സൂത്തനിങ് വേണ്ടിയിട്ടാട്ടോ ഞാനിത് ഉണ്ടാക്കിയത് അവന്. അതിനകത്തേക്ക് നമുക്ക് ഫിംഗർ ഷേപ്പിൽ ആപ്പിൾസ് കട്ട് ചെയ്തിട്ട് സ്റ്റീം ചെയ്തിട്ട് കൊടുക്കാം. ആപ്പിൾ പീൽ ചെയ്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും ഫിംഗർ ഷേപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കഴിക്കാൻ കുറച്ചുകൂടെ ഈസിയാണ്. ഒരു എൻഡിൽ അവർക്ക് അത് ഹോൾഡ് ചെയ്യാനും പറ്റും, മറ്റേ എൻഡിൽ അത് ചൂ ചെയ്യാനും പറ്റും.